ഇന്നലെ ഒരു മാധ്യമ സുഹൃത്ത് എന്നോട് ചോദിച്ചു, രാത്രി ഇവിടെ വന്ന് മഴയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ, ഈ ഉപരോധ സമരത്തിന്റെ ലക്ഷ്യം എന്താണെന്ന്. ഇതിനെക്കുറിച്ച് എത്രയോ പറഞ്ഞില്ലേ? മോർച്ച വന്നു, മഹിളാ മോർച്ച വന്നു, ഇവിടെ യുവമോർച്ചന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപരോധ സമരത്തിന്റെ എന്താണ് ലക്ഷ്യം? ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പറയുന്നു. ഇവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻജിക്കും ദേവസ്വം മന്ത്രിയായ വാസവനും സാധാരണ ജനങ്ങളുടെ വേദനയും ദേഷ്യം ഇതുവരെ മനസ്സിലായിട്ടില്ല. വളരെ ദേഷ്യമുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായി അറിയിപ്പിക്കാനാണ് ഇവിടെ എല്ലാ BJP സഹപ്രവർത്തകരും എത്തിയിരിക്കുന്നത്. ഈ സന്ദേശം ഓരോ സഹപ്രവർത്തകരും ഓരോരോ സാധാരണക്കാർ പറയുന്ന അവരുടെ വേദനയും ദേഷ്യവും ആ സന്ദേശം കൊടുക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശബരിമലയിൽ 4.5 കിലോ സ്വർണം കൊള്ള ചെയ്ത സർക്കാരാണ് ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നത്. ഗുരുവായൂരിൽ 25 കോടി കൊള്ള ചെയ്ത സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും കൊള്ള ചെയ്യുന്ന സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കൊള്ള ചെയ്ത ഈ സർക്കാർ മുഖ്യമന്ത്രി ഈ കൊള്ളയെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇത് വീഴ്ചയാണ്. ആ സമയം കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. കൊള്ളയെ കൊള്ളയായിട്ട് ഞങ്ങൾ കാണും. കൊള്ളക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് ജയിലയക്കും. ഞങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ ഉണ്ട്. SIT തെളിവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. വാസവൻ മന്ത്രിന്റെ ഇതിന്റെ ഒരു റോൾ. അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ നോക്കണ്ട, ഞങ്ങളത് സമ്മതിക്കില്ല. കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം മന്ത്രി, കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിനെ ഒരു ദല്ലാൽമാരുടെ സംസ്ഥാനമാക്കിയത് നമ്മുടെ ദേവസ്വം മന്ത്രിയാണ്. ഇതിന്റെ ഒരു കോൺസിക്വൻസ് കിട്ടണം. അത് ഞങ്ങൾ അതിന് വേണ്ടി സമരം ചെയ്യും. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഇനിയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. വിശ്വാസികളെതിരെ ഇതൊരു വഞ്ചനയാണ്. ശബരിമലന്റെ എതിരെ ഒരു ദ്രോഹമാണ്. ഇത് വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പള്ളി ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി? വീഴ്ച എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവോ മുഖ്യമന്ത്രിക്ക്? ഉണ്ടാവില്ല. ഇത് ഹിന്ദുക്കളുടെ അമ്പലമാണ്, അതുകൊണ്ടാണ് ധൈര്യം. ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി, അതുകൊണ്ടാണ് ധൈര്യം. ആ കാലം കഴിഞ്ഞു. ഇനി ഞങ്ങളെ ദ്രോഹിക്കാൻ സമ്മതിക്കില്ല. അത് BJP ഈ കടമ ഏറ്റെടുത്തു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു കഥ. പണ്ട് കാലത്ത് ഇവിടെ ഒരു മുതിർന്ന നേതാവ് ഉണ്ടായിരുന്നു. ഒരു 10-11 കൊല്ലം മുമ്പ് ഭയങ്കര നേതാവായിരുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ അഴിമതി കണ്ടിട്ട് ഒരു ദിവസം പറഞ്ഞു, ഒരു വലിയൊരു ഉപദേശം കൊടുത്തു മാധ്യമക്കാർക്കും ജനങ്ങൾക്കും. സർക്കാരിൽ ഇരിക്കുകയാണെങ്കിൽ പ്രതിബദ്ധതയും ഉത്തരവാദിത്വം ഉണ്ടാവണം. അഴിമതി ചെയ്താൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്നൊരു വിദ്വാനായ ഒരു മുതിർന്ന നേതാവ്, പ്രതിപക്ഷ നേതാവായിരുന്നു അന്നത്തെ, പറഞ്ഞു. ആരായിരുന്നു അത്? ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒക്കെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞിട്ട് ഉത്തരവാദിത്വം മറന്നു, പ്രതിബദ്ധത്തെ മറന്നു, ഉളുപ്പും മറന്നു. അത് ഞങ്ങൾ മറക്കാൻ സമ്മതിക്കില്ല. ഞങ്ങളത് ഓർമ്മിപ്പിക്കും. രാജിവെക്കണം വാസവൻ, പിരിച്ചുവിടണം ദേവസ്വം ബോർഡ്. ഇതിൽ ഒരു സംശയമുള്ള, രാജിവെച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ സമരം നിർത്തൂ. അപ്പോ ശകലം ഉളുപ്പുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കണം. അതാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരും ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ 2 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു.
ശ്രദ്ധ തിരിക്കാൻ എപ്പോഴും കോൺഗ്രസും ലെഫ്റ്റും പറയുന്ന ഒരു കാര്യമാണ് മതേതരം. അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ചൊരു ചർച്ച നടക്കണം. ഇതാണ് മതേതരം. ഹിന്ദു അമ്പലത്തിൽ കൊള്ള നടന്നാൽ അതൊരു വീഴ്ച, മറ്റേതെങ്കിലും ഒരു പുണ്യസ്ഥലത്ത് എന്തെങ്കിലും നടന്നാൽ ആക്രോശം, ഒരു പ്രതിഷേധം, അപ്പൊ തന്നെ രാജിവെക്കണം, പോലീസിനെ ട്രാൻസ്ഫർ ചെയ്യുക. ഇതാണ് മതേതരം. ഈ മതേതരം പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഏറ്റവും ഭീകരമായ അഴിമതി ചെയ്യുന്ന രണ്ട് പാർട്ടികളാണ്. 2010 ഞാൻ UPA സർക്കാരിലെ ഏറ്റവും വലിയ സ്കാം, അഴിമതിന്റെ സ്കാം, 2G സ്കാം എക്സ്പോസ് ചെയ്തപ്പോൾ കോൺഗ്രസ് മന്ത്രി എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു ലോസ് ഉണ്ടായിരുന്നില്ല. മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാം. സീറോ ലോസ് എന്ന് പറഞ്ഞ് ആരായിരുന്നു? കോൺഗ്രസിന്റെ ഒരു മന്ത്രി കപിൽ സിബൽ. ന്യായീകരിക്കാൻ, ജസ്റ്റിഫൈ ചെയ്യാൻ. ആ സർക്കാരിന്റെ പിന്തുണ ആരുടെ പിന്തുണയായിരുന്നു? ഇൻഡിപെൻഡന്റ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ അഴിമതി നടത്തിയ കോൺഗ്രസ് സർക്കാരിന് പിന്തുണ ആരുടെ ആയിരുന്നു? CPM-ന്റെ. ഈ അഴിമതി ചെയ്യുന്ന പാർട്ടികളാണല്ലോ ഈ മതേതരത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അവർക്ക് ആരാണ് ഈ അനുവാദം കൊടുത്തത്? മതേതരം തീരുമാനിക്കാൻ ഇവിടെ എല്ലാ മലയാളികളും ഉണ്ട്, നമ്മുടെ ഭരണഘടനയുണ്ട്. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിന്റെയും SDP-ന്റെയും മതേതരം ആവശ്യമില്ല. ഞാൻ കൃത്യമായി പറയുന്നത്, ഇവിടെ പിണറായി വിജയൻജിയോ പിന്നെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയോ മതേതരത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഉപദേശം തന്നാൽ ഞങ്ങൾ അതിനെ SDP-യും ജമാഅത്തിന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് കാണും. ഞങ്ങളെ വിഭജിക്കാൻ നോക്കണ്ട. ഇനി ഈ നാട്ടിൽ ഹിന്ദു ആണോ, ക്രിസ്ത്യൻസ് ആണോ, മുസ്ലിംസ് ആണോ, ദേശസ്നേഹിയായ ആരാണെങ്കിലും അവരുടെ അവകാശങ്ങൾ രക്ഷിക്കാനും സംരക്ഷിക്കാൻ BJP ഉണ്ടാവും. എല്ലാവരുടെ ഒപ്പം, എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം ഞങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ അധ്വാനിക്കും, പ്രവർത്തിക്കും. ജനങ്ങളെ ദ്രോഹിച്ച ആരാണെങ്കിലും, കോൺഗ്രസ് ആണോ CPM ആണോ, ഞങ്ങൾ അവരെ വിടില്ല. അവസാനം എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇതൊരു തുടക്കമാണ്. ഒരു പുതിയ കേരളം, ഒരു വികസിത കേരളം. BJPക്ക് മതത്തിനെ കുറിച്ചോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അങ്ങനെ ഒരു പ്രതിഷേധം ചെയ്യാൻ ഒരു താല്പര്യമില്ല. ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു ദൗത്യം വികസിത കേരളമാണ്. എല്ലാവരുടെ ഒപ്പം, എല്ലാവർക്കും വേണ്ടി. പക്ഷേ അതിന്റെ ഒപ്പം ആരെയും ദ്രോഹിച്ചാൽ, അത് സെന്റ് റീറ്റാസ് കോളേജ് ആണോ, അത് ശബരിമലയാണോ, ഗുരുവായൂരാണോ, അത് മലബാർ ദേവസ്വം ബോർഡാണോ, ദ്രോഹിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ BJP ഉണ്ടാവും. എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് ഇവരെ ഞങ്ങൾ എതിർക്കും എന്ന് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ 2014-15 തന്ന ഉപദേശം നിങ്ങൾ ഇന്ന് പാലിക്കണം. അത് റീവൈൻഡ് ചെയ്ത് കേൾക്കണം. പ്രതിബദ്ധത ഉണ്ടാവണം. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ടാവണം. മന്ത്രിമാർക്ക് പ്രതിബദ്ധത ഉണ്ടാവണം. അഴിമതി കണ്ടുപിടിച്ച് 4.5 kg കിലോ നമ്മളെ ശബരിമല എന്ന് കൊള്ള ചെയ്ത് ഈ സർക്കാർ അതിനെ വീഴ്ചയായിട്ട് പറഞ്ഞാൽ ജനങ്ങളുടെ ദേഷ്യം വർദ്ധിക്കും, കൂടുതലാവും. അത് ചെയ്യരുത്. അന്വേഷണം നടത്തണം. വാസവൻ രാജിവെക്കണം. ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. ഇത് ഞങ്ങളുടെ മാത്രമല്ല, BJP-ന്റെ മാത്രം ആഗ്രഹമല്ല. ഇത് സാധാരണ മലയാളികളുടെ ആഗ്രഹമാണ്, ആവശ്യമാണ്. ഇത് ചെയ്തേ പറ്റൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത് ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ കേൾക്കണം. ഇത്ര ജനങ്ങൾ വന്ന് ഇത് പറയുമ്പോൾ ഇത് ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് നിങ്ങൾ കാണണം. വാസവനെ സംരക്ഷിക്കാൻ നോക്കരുത്. തെളിവുണ്ട് SIT-ന്റെ ഒപ്പം. SIT-ന്റെ വാസവന് തെളിവ് കിട്ടിയിട്ടുണ്ട്. അത് ഒളിച്ചു വെക്കാൻ ശ്രമിക്കരുത്. ഞങ്ങൾ ഡിമാൻഡ് ചെയ്തത്
ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ. തെറ്റ് ചെയ്തവരെല്ലാം അന്വേഷിച്ച് ജയിലിൽ അയക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അത് ഞങ്ങൾ ചെയ്തവരെ ഞങ്ങൾ ഇത് വിടില്ല എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ വന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി ഞാൻ പറയുന്നു, സ്വാഗതം പറയുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ സ്വാമിയേ